കശ്മീരിലെ ഭീകരാക്രമണത്തിൽ മലയാളിയും കൊല്ലപ്പെട്ടു. എറണാകുളം സ്വദേശി എൻ രാമചന്ദ്രൻ ആണ് കൊല്ലപ്പെട്ടത്. പാലാരിവട്ടം മങ്ങാട്ട് റോഡിൽ താമസിക്കുന്ന രാമചന്ദ്രൻ ആണ് മരണപ്പെട്ടത്. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയും നേവി ഉദ്യോഗസ്ഥനുമായ വിനയ് നർവാളും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, മലയാളികൾ ഇല്ല എന്നുള്ളതായിരുന്നു നേരത്തെ റിപ്പോർട്ട്. ഇപ്പോൾ ഇതാ ഒരു മലയാളി കൂടി ഈ ഭീകരാക്രമണത്തിന് ഇരയായിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഏറെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത്. മലയാളി കൂടി ഈ ദുരന്തത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കൊച്ചി ഇടപ്പള്ളി സ്വദേശി പാലാരിവട്ടം സ്വദേശി രാമചന്ദ്രനാണ് ഈ ഭീകരരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളും കൊച്ചി ജില്ലാ ഭരണകൂടത്തിന് ലഭ്യമായി കഴിഞ്ഞു. ജമ്മുവിൽ നിന്നുള്ള അറിയിപ്പ് ലഭ്യമായി കഴിഞ്ഞു. ഇന്നലെയാണ് വിനോദയാത്രയ്ക്ക് രാമചന്ദ്രനും കുടുംബവും കൊച്ചിയിൽ നിന്നും യാത്രയാവുന്നത്. ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് പിന്നീട് അവർ ജമ്മുവിലെത്തുകയായിരുന്നു. ഭാര്യ ഷീല ഒപ്പമുണ്ടായിരുന്നു, മകൾ അമ്മുവും ഉണ്ടായിരുന്നു, 2 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇരട്ട കുട്ടികളാണ് ഒപ്പമുണ്ടായിരുന്നത്. ഇവരെല്ലാവരും സുരക്ഷിതരാണ്. പക്ഷേ രാമചന്ദ്രൻ ഭീകരരുടെ ആക്രമണത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ലഭ്യമാവുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏറെ ദുഃഖകരമായ കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. ഒപ്പം ഈ പഹൽഗാം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു മലയാളി ബന്ധം കൂടി പുറത്തു വരുന്നു. അത് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന നേവി ഓഫീസറാണ് വിനയ് നർവാൾ. അദ്ദേഹം ഹരിയാന സ്വദേശിയാണെങ്കിൽ കൂടിയും അദ്ദേഹം കൊച്ചിയിലാണ് ജോലി ചെയ്തിരുന്നത് എന്ന അറിയിപ്പ് കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. നിലവിൽ പുറത്തു വരുന്ന മരണസംഖ്യ 27 കൂടുതൽ ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന അനൌദ്യോഗിക സൂചനകൾ കൂടിയുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ആക്രമണത്തിൻ്റെ പൊതു ചിത്രം കൃത്യമായൊരു ചിത്രം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. ആർമിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. രാത്രി വൈകിയും അക്രമം നടത്തിയ ഭീകരർക്ക് വേണ്ടി ഈ മേഖലകളിൽ തിരച്ചിൽ തുടരുകയാണ്. ജമ്മു കാശ്മീർ പോലീസും ആർമിയുടെ വിദഗ്ധ സംഘവും തിരച്ചിൽ തുടരുക തന്നെയാണ്. എന്തായാലും തിരിച്ചടിക്കുമെന്ന അറിയിപ്പ് ഇന്ത്യ ഔദ്യോഗികമായി നൽകുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും ഭീകരർക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ലോക നേതാക്കളും എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളും ഇന്ത്യക്ക് ഏറെ ആത്മവിശ്വാസം പകരുന്നതാണ്. കാരണം ഇന്ത്യക്ക് വേണ്ടി ഈ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും അദ്ദേഹവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ റഷ്യയുടെയും ഒപ്പം തന്നെ മറ്റ് ലോക രാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ പൂർണ്ണമായും ഇന്ത്യക്ക് നൽകുന്നു. ഒപ്പം അവിടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഉന്നതതല യോഗങ്ങൾ തുടരുകയാണ്. അമിത്ഷാ സ്ഥലത്തുണ്ട്. നാളെ ഈ സംഭവമുണ്ടായ സ്ഥലത്ത് പഹൽഗാമിൽ നേരിട്ട് ആഭ്യന്തരമന്ത്രി എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നു എന്നതാണ് നിലവിലുള്ള സാഹചര്യം. ഏറെ ദുഃഖകരമായ കാര്യം, ഒരു മലയാളി കൂടി ഈ ദുരന്തത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ്. രാമചന്ദ്രൻ എന്ന മലയാളിയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ മലയാളികൾ ആരെങ്കിലും ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളും തിരക്കുകയാണ്. നമുക്കറിയാം, ഇത് കേരളത്തിൽ സംബന്ധിച്ച് ഒരു അവധിക്കാലമാണ്. നിരവധി മലയാളികൾ വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കും വേണ്ടി ജമ്മു കാശ്മീർ പോലെയുള്ള ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ടൂറിസം ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ട്രിപ്പുകളൊക്കെ തയ്യാറാക്കിയിരുന്നു. നിരവധി മലയാളികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ മറ്റു മലയാളികൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന അന്വേഷണവും നടക്കുകയാണ്. അതുകൊണ്ട് നോർക്കയും ഹെൽപ്പ് ലൈൻ നമ്പറും പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും കുടുങ്ങിക്കിടന്നിരിക്കുന്ന മലയാളികളുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെടാനുള്ള അറിയിപ്പുമുണ്ട്. അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദുരന്തത്തെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനമാണ്. കുടുങ്ങിക്കിടക്കുന്നവരെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാവുകയുണ്ട്. ഒപ്പം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള തുടർ നടപടികൾ നടക്കേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഭീകരർ എവിടെയാണ് തമ്പടിച്ചിരിക്കുന്നത്, കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ വിദഗ്ധത്തിൽ വിലയിരുത്തുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം അഭിലാഷ്, ഈ അപകടം, ഈ ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലം കൂടി ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് രാജ്യത്ത് സന്ദർശനം നടത്തുന്ന ഒരു സമയം, പ്രധാനമന്ത്രി സൗദി സന്ദർശനത്തിന് വേണ്ടി രാജ്യത്തിന് പുറത്തായിരിക്കുന്ന സമയം, ഇത്തരമൊരു സമയം ഭീകരർ തെരഞ്ഞെടുത്തു എന്നത് ബോധപൂർവമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തൽ നടത്തേണ്ടി വരും. എന്തായാലും വിദേശ ഭീകരർ തന്നെയാണ് ഇതിന് മുന്നിൽ ഉള്ളത് എന്ന സൂചനകൾ തന്നെയാണ് ലഭ്യമാവുന്നത്. ഇതിനകം പുറത്തു വരുന്ന ചില